അങ്ങനെ ക്യൂച്ചോങ് ആണെങ്കിൽ സയെ സമാധാനിപ്പിക്കുന്നത് ഞാൻ ഒരുപാട് ആശിച്ചു പോയി ചേച്ചി, എന്നെ ശരിക്കും പറ്റിക്കുകയായിരുന്നുവല്ലേ, എൻ്റെ സൈഡിൽ ആരും ഇല്ല എന്ന് പറഞ്ഞ് ഇവള് വിഷമിക്കുന്ന ടൈമിൽ ഞാനില്ലേ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ക്യൂച്ചോങ് ഇവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ലീഷിനെയാണ് കാണിക്കുന്നത്. ലീഷിനാണെങ്കിൽ കോട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തുണികളൊക്കെ വാരി കെട്ടിയിട്ടാണ് നടക്കുന്നുണ്ടായിരിക്കുക. ഇത് കണ്ട ആളുകൾ ഇവനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ക്യൂച്ചോങ്ങിനെ വിളിക്കുന്നതും ലീഷിനാണോ താനിത് എവിടെയാ എന്തുമാത്രം വറീഡായെന്ന് അറിയുമെന്ന് ചോദിക്കുന്ന ഇവളോട് തനിക്ക് എന്നെപ്പറ്റി ആലോചിച്ച് ടെൻഷനായോ എന്നിവൻ ചോദിക്കുന്നതും അപ്പം ഇവനാണെങ്കിൽ ഒന്നും പറയാതെ ഫോൺ വെക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്ന ടൈമിൽ എനിക്ക് തൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമായിരുന്നു എന്ന് പറഞ്ഞ് ഇവൻ കോള് കട്ട് ചെയ്യുന്നതും ഇവളാണെങ്കിൽ ലൊക്കേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ തെയ്യാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലീഷിനുള്ളതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഇവൻ്റെ പേഴ്സ് കിട്ടുന്ന പിള്ളേരാണെങ്കിൽ ഇവൻ്റെ ID പ്രൂഫ് കാണുന്നതും ഇതാ ടെന്നീസ് പ്ലെയർ ലീഷനല്ലേ, അപ്പോൾ ഇയാളെന്നല്ലേ കാണാതെയായത്, അപ്പോൾ നമുക്കിത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇടാന്നൊക്കെ പറഞ്ഞ് ഇവരാണെങ്കിൽ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതും പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഗുന് ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ലീഷിനുള്ള സ്ഥലത്തിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ ദേഷ്യത്തിൽ ഒരു ഡിപ്രഷൻ വരുമ്പോൾ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങുകയാണോ വേണ്ടത്, അവന് തോന്നുമ്പോൾ വരും, അതായത് വിശക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ എന്നൊക്കെ പറയുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ അതും ശരിയാണ്, ഇങ്ങനെ ഓടി ഒളിക്കാനൊന്നും പാടില്ല, പിന്നെ അവനായിട്ട് പോയതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടം അവനുണ്ടായിരിക്കും, അതുകൊണ്ട് അവനായിട്ടൊക്കെ തിരിച്ചു വരട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും അമ്മയാണെങ്കിൽ നേരെ പ്ലേറ്റ് മാറ്റുകയാണ്. നിങ്ങൾ എന്തേ പറയുന്നത്, പൈസ ഇല്ലാത്തത് കൊണ്ട് അവന് ഫുഡ് കഴിക്കാൻ പറ്റൂ, അവന് വല്ലതും പറ്റിയാലോ, നീ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുമ്പോൾ അച്ഛനാണെങ്കിൽ അത് കൊള്ളാം, ഇപ്പം ഞാൻ ആരായി എന്നവിടെ ചിന്തിക്കുന്നുണ്ട്. ക്യൂച്ചോങ് ആണെങ്കിൽ അങ്ങനെ ലീഷിനുള്ള സ്ഥലത്ത് എത്തുന്നതും ഇവളൊരു കോൾ ബൂത്തിൻ്റെ അവിടെ വെച്ച് ഫോൺ വിളിക്കുമ്പോൾ ഇവിടെ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് ലീഷൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടെന്ന്. ഇവനാണെങ്കിലും ഇതേ ടൈമിൽ ടെൻറ്റിൽ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റവ് കത്തിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ക്യൂച്ചോങ് വരുന്നതും ഇവളെ കാണുമ്പോൾ ഇവൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. താൻ എന്തു പണിയെ കാണിച്ച് ഇങ്ങനെ ആരോടും പറയാതെ വന്നാൽ വലിയ പ്രശ്നമാകില്ലേ, തിരിച്ചു പോകേണ്ടതെന്ന് ചോദിക്കുന്ന ഇവളോട് എനിക്കിപ്പോൾ ഇവിടെ നല്ല സമാധാനമുണ്ട്, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നില്ല എന്ന് പറയുന്നതും എന്നാൽ ശരി ഞാനും തിരിച്ചു പോകുന്നില്ല, നമുക്ക് രണ്ടുപേർക്കും ഇവിടെ സന്യാസിയായിട്ട് അങ്ങ് കൂടാമെന്ന് പറയുന്ന ടൈമിൽ ഇവൻ പറയുന്നുണ്ട് ഈ സന്യാസിയായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്ന്. പിന്നീട് ഇവർ ഈ മീൻ പിടിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിലും അതിൽ കൊളുത്തിയിടുന്ന പുഴുവിനെ കണ്ട് പേടിക്കുന്നത്, നിങ്ങൾ ഈ ആൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളോടൊക്കെ പേടിയാണോ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ക്യൂച്ചോങ്ങിനോട് എൻ്റെ ചേട്ടൻ എന്താ പേടിയുള്ളേന്ന് ലീഷൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്യൂച്ചോങ് ആണെങ്കിലും അത് പറയാതിരിക്കുക ഭേദം, ആൾക്ക് എലിയെ ഭയങ്കര പേടിയാണ്, അന്ന് ഞങ്ങൾ ഗ്രാമത്തിൽ പോയ സമയത്ത് വീടിൻ്റെ ഉള്ളിൽ ഒരു എലിയെ കണ്ടിട്ട് ലീഗുന് എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്നറിയോ, അവസാനം ഒരു ഡോറ് വരെ പൊളിച്ചു എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ചിരിക്കുന്നതും ഇത് കാണുന്ന ലീഷിന് ശരിക്കും സങ്കടം വരുന്നുണ്ട്. കാരണം ലീഗുൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഇവൾക്കൊരു ചിരി വരുന്നുണ്ടല്ലോ. ഇവളാണെങ്കിലും താൻ പോയതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ലീഗിനാണ് സോൾവ് ചെയ്യുന്നത്, അവൻ ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ട് ആണെന്നൊക്കെ പറയുന്നതും അത് ശരി അപ്പോൾ താൻ എനിക്ക് വേണ്ടിയല്ല വന്നതല്ലേ, ചേട്ടൻ്റെ സ്ട്രെസ് റിലീഫാക്കാൻ വേണ്ടി വന്നതാണോ എന്നിവൻ ചോദിക്കുന്ന ടൈമിൽ ഇവൾ തിരിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ലീഷിനാണെങ്കിൽ എന്നാൽ എൻ്റെ ചേട്ടനോട് താങ്ക്സ് പറയണം, അത് കാരണം തൻ്റെ കൂടെ കുറച്ച് സമയം എനിക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇവൻ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നതും ഇതേ ടൈമിൽ ലീഷനുള്ള സ്ഥലത്ത് ലീഗുനും എത്തുന്നുണ്ട്. ഇവൻ ഈ ബോയ്സിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് എത്തുന്നത്. അപ്പോൾ ഈ ബോയ്സ് ആണെങ്കിലും ഞങ്ങളുടെ പിന്നാലെ ഫോളോ ചെയ്യുമെന്ന് പറയുന്നതും ഇതേ ടൈമിൽ ക്യൂജോങ് ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്നത് കാണുമ്പോൾ ലീഷനാണെങ്കിൽ തനിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ ആ ഡയറിയെ പറ്റിയിട്ടും അത് കത്തിച്ച കാര്യമൊന്നും തനിക്ക് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ക്യൂജോങ് ആണെങ്കിലും താൻ ഓക്കെ ആകുമ്പോൾ പറഞ്ഞാൽ മതി എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ലീഷൻ പറയുന്നുണ്ട് 12ാം വയസ്സ് മുതൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുകയായിരുന്നു, എനിക്കൊരുപാട് സ്ട്രെസ്സും ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, അതുപോലെ ചേട്ടൻ ഈ കൗൺസിലിങ്ങിന് പോയി തുടങ്ങിയതിന് ശേഷം ചേട്ടൻ എന്നെപ്പറ്റി എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും പ്രൊഫസർ ഹാനിനെ കാണാൻ തുടങ്ങിയത്. എന്നാൽ ഇമോഷണൽ ഡയറിയെ പറ്റിയിട്ടൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന ലീഷിനോട് അതുകൊണ്ടാണോ അത് കത്തിക്കാൻ ശ്രമിച്ചത്, അതിൽ ആരും കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് വിളി ചോദിക്കുന്നതും ശരിക്കും അന്ന് ചേട്ടനല്ല പകരം ഞാനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് പറഞ്ഞ് ലീഷൻ എല്ലാ കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. ചേട്ടൻ എന്നോട് അവസാനമായിട്ട് പറഞ്ഞത് എന്നെ കോപ്പി ചെയ്യേണ്ട, നീ തന്നെ ജീവിക്കുന്നാണ്, പക്ഷേ ശരിക്കും പറഞ്ഞ് അങ്ങനെ തന്നെ ജീവിക്കാൻ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പോലും എനിക്കറിയില്ല, കാരണം ഇത്രയും കാലം മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതും ഇതേ ടൈമിൽ തന്നെ ബോയ്സ് ലീഗുനെ അവിടെ എത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ലീഷിൻ്റെ പേഴ്സ് തിരിച്ചു കൊടുത്തിട്ട് ഇതിൽ കുറച്ച് പൈസ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ആള് തന്നെയാണ് ഇത് ഞങ്ങൾക്ക് തന്നെ എന്ന് അവിടെ പറയുന്നുണ്ട്. ലീഷിനാണെങ്കിലോ പെട്ടെന്ന് ഇങ്ങനെ തന്നെയായ സമയത്ത് അതായത് ഇനി എന്ത് ഡിസിഷൻ എടുക്കുമെന്നൊന്നും എനിക്ക് അറിയുന്നില്ല, കാരണം ഞാൻ അങ്ങനെ ജീവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ശരിക്കും പേടിയായി എന്നൊക്കെ പറയുന്നതും ക്യൂജോങ് ആണെങ്കിൽ അത് പേടിക്കൊന്നും വേണ്ട, ആദ്യം ചെറിയ ചെറിയ ഡിസിഷൻ എടുക്കുക, അതായത് ഇന്ന് എന്ത് ഫുഡ് കഴിക്കും, ഇന്ന് എന്ത് കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ പിന്നീട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ഇവിടെ പറയുന്നതും ഇത് കേൾക്കുന്ന ലീഷിനാണെങ്കിൽ എനിക്ക് തന്നോട് ഇഷ്ടം തോന്നാൻ കാരണം എന്താണെന്ന് തനിക്കറിയൂ, മറ്റുള്ളവരുടെ മുന്നിലൊക്കെ ഞാൻ ആക്ട് ചെയ്യുമ്പോഴും എൻ്റെ ചേട്ടൻ്റെ മുഖമൂടിയൊക്കെ എടുത്ത് അണിയുന്ന ടൈമിൽ തൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ മാത്രം റിയൽ ആയിട്ടുള്ള എന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് തന്നോട് ഇഷ്ടം തോന്നിയതെന്നൊക്കെ ലീഷൻ പറയുന്ന ടൈമിൽ
ടൈമിൽ ഇവളാണെങ്കിൽ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നടന്നാലോ എന്ന് ചോദിക്കുന്ന ടൈമിലാണ് അവിടെ ലീഗുൻ നിൽക്കുന്നത് കാണുന്നത്. ലീഗുനാണെങ്കിൽ ഇവരെ കണ്ട് ഒന്നും പറയാതെ അവിടെ നിന്നും പോകുന്ന ടൈമിൽ പിന്നാലെ വരുന്ന ക്യൂജോങ് ആണെങ്കിൽ താൻ എന്തോ ഒന്നും പറയാതെ പോകുന്നത്. ഇങ്ങനെ പോകുന്നതിൻ്റെ അർത്ഥം താൻ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ടെന്ന് ഇവൾ പറയുന്നതും. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ? എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്? അത്ലറ്റിക് വില്ലേജിലും ഒരുമിച്ചായിരുന്നു, ഇവിടെയും നിങ്ങൾ ഒരുമിച്ചായിരുന്നു, ഞാൻ എന്താ മനസ്സിലാക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന ലീഗുനോട് ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. താൻ ഇപ്പോൾ ഇതും വിചാരിച്ച് ഇവിടെ നിന്നും പോയാൽ ഒരുപാട് ഹേർട്ടാവും, തനിക്ക് ഒരുപാട് സങ്കടമാവും, അതാകെ പ്രശ്നമാകും എന്നൊക്കെ പറയുന്ന ടൈമിൽ എനിക്ക് വിഷമമായ അതിനെപ്പറ്റി താൻ ആലോചിക്കേണ്ട കാര്യമില്ല, തന്നെയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. ഒരു ഫസ്റ്റ് ലവ് അല്ലെന്ന് കരുതി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് തെറ്റിപ്പോയി, ഇനി നമ്മൾ സെറ്റാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ലീഗൻ അവിടെ നിന്നും പോകാൻ നോക്കുന്ന ടൈമിൽ ക്യൂജോങ് ആണെങ്കിൽ താൻ നുണ പറയുകയാണ്. ഇതൊന്നും താൻ മനസ്സിൽ നിന്നല്ല പറയുന്നത്, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്ന ക്യൂജോങ്ങിനോട് ലീഗൻ ചൂടായിട്ട് പിന്നെ ഞാൻ എങ്ങനെ പറയേണ്ടത്, കുറച്ചുകൂടി ഹാർഷായിട്ട് പറയണോ, എനിക്ക് തന്നെ ഇൻട്രസ്റ്റ് ഇല്ല, തന്നെ താല്പര്യമില്ല എന്ന് പറയുന്ന ഇവനാണെങ്കിൽ പെട്ടെന്ന് ഇവളുടെ അച്ഛൻ്റെ ഒരു കേസ് എടുത്തിടുന്നുണ്ട് കേട്ടോ. അതായത് നിന്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും അച്ഛനെ നേരത്തെ വിളിച്ചത് എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ ഒന്നും നോക്കാതെ തന്നെ ഇവൻ്റെ കവിളത്തൊന്ന് പൊട്ടിക്കുന്നതും മതി, ഇതിവിടെ വെച്ച് നിർത്താം, തനിക്കെല്ലാം മനസ്സിലായി എന്നല്ലേ പറഞ്ഞത്, പൊക്കോളൂ എന്ന് പറയുന്ന ടൈമിൽ ലീഗുനാണെങ്കിൽ വിഷമത്തിൽ അവിടെ നിന്നും പോകുന്നതും ഇവളാണെങ്കിൽ ഇത് കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് മാറി നിൽക്കുന്ന ലീഷനാണെങ്കിൽ ഇവനും ഇതൊക്കെ കണ്ടിട്ട് വിഷമാണ് കേട്ടോ വരുന്നത്. പിന്നീട് ഇവരുടെ 3 പേരുടെയും സീൻ കാണിക്കുന്നുണ്ട്. ക്യൂജോങ് ആണെങ്കിൽ വിഷമത്തിൽ കരയുന്നത് കാണുമ്പോൾ ലീഷന് ശരിക്കും വിഷമം വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഡോക്ടർ ക്യൂജോങ്ങിന്റെ കൊളീഗായിട്ടുള്ള ഡോക്ടർ നാമ ഈ എലിയെ നിരീക്ഷിക്കാൻ വരുന്ന ടൈമിൽ എലി അവിടെ ഉണ്ടായിരിക്കില്ല. ഇതെവിടെ പോയി, ഇന്നലെ കൂടി ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ എന്ന് അവിടെയുള്ളൊരു ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ ഉരുണ്ട് കളിക്കുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ ഇനി പ്രൊഫസർ എങ്ങനെ എടുത്തുകൊണ്ടുപോയിട്ടുണ്ടായിരിക്കും എന്നവിടെ ചിന്തിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ പ്രൊഫസർ ആണെങ്കിലും കിമ്മിനെ വിളിക്കുന്നതും നിങ്ങൾ എന്താ പറയുന്നത്, ഒന്നുകൂടി ഇതൊക്കെ ചെക്ക് ചെയ്യണം എന്നാണോ എന്നൊക്കെ പറഞ്ഞ് ഈ സൈഡ് എഫക്റ്റിൻ്റെ കാര്യം പ്രൊഫസർ ഹാൻ സംസാരിക്കുന്നത് ഡോക്ടർ കിമ്മിനോടായിരിക്കുമല്ലോ. അങ്ങനെ സംസാരിക്കുന്ന ടൈമിലാണ് നാം ഡോക്ടറെ വിളിക്കുന്നതും എലിയെ കാണാനില്ല എന്നൊരു കാര്യം അവിടെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഫസർ ആണെങ്കിലും പിന്നീട് തേയോങ്ങിനെ വാച്ച് ചെയ്യുന്നതും തേയോങ്ങിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ എലി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആ എലി പണ്ട് എങ്ങനെയായിരുന്നു, അതായത് ക്ലിനിക്കൽ ട്രയലിന് മുന്നേ എലി എങ്ങനെയായിരുന്നു അതുപോലെ ആ അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്ന തേയോങ്ങിനോട് പ്രൊഫസർ ചൂടാകുന്നതും എൻ്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് താൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കുന്ന പ്രൊഫസറോട് നിങ്ങൾ എല്ലാ കാര്യവും എല്ലാവരെയും അറിയിക്കാറുണ്ടോ, സൈഡ് എഫക്റ്റിനെ പറ്റി നിങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. അല്ല അത് പിന്നെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഡിഫക്റ്റാണ്, വലിയ കാര്യമാക്കാനൊന്നുമില്ല, ജസ്റ്റ് ക്യൂജോങ് ആണ് അവൻ്റെ ഫസ്റ്റ് ലവ് എന്ന് അവൻ തെറ്റിദ്ധരിച്ചു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന തേയോങ് ആണെങ്കിൽ ഇവന് ഈ ഒരു കാര്യം അറിയേ ഉണ്ടായിരിക്കില്ല. അത് ശരി, അപ്പോൾ അതാണ് കാര്യം, ഞാൻ ഇതെന്തായിരുന്നു എന്ന് ഇത്രയും ആലോചിച്ചിട്ടും എനിക്കൊരു പിടിയും കിട്ടിയില്ല, പക്ഷേ ഇപ്പം ക്ലിയർ ആയി എന്ന് പറയുമ്പോൾ തനിക്കപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു, താൻ എന്നെ ടെസ്റ്റ് ചെയ്തതാണോ എന്ന് ചോദിക്കുന്ന പ്രൊഫസറോട് ആ എലിയിൽ ഇപ്പോൾ റീടെസ്റ്റ് ചെയ്തതുപോലെ തന്നെ ലീഗുനെ വിളിച്ചിട്ടും അവനിൽ റീടെസ്റ്റ് ചെയ്യണം, അതായത് ലീഗുന് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് മുന്നേ എങ്ങനെയായിരുന്നു ആ പഴയ അവസ്ഥയിലേക്ക് മാറ്റണമെന്ന് പറയുന്നതും പ്രൊഫസർ ഹാൻ ആണെങ്കിൽ ഷോക്കാകുന്നുണ്ട്. താൻ എന്താ ഈ പറയുന്നത്, ലീഗുനെ പഴയ അവസ്ഥയിലേക്ക് എത്തിച്ച അവൻ്റെ ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് കോംപ്ലിക്കേറ്റഡ് ആകും, എന്താ സംഭവിക്കുകയെന്ന് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല, പിന്നെ ഇതൊരു സൈഡ് എഫക്റ്റ് അല്ലേ, അതും ഒരു ചെറിയ സൈഡ് എഫക്റ്റ്, അത് നമുക്ക് ഉടനെ തന്നെ മാറ്റാമെന്ന് പറയുന്ന പ്രൊഫസറോട് അങ്ങനെ സൈഡ് എഫക്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്താ റോളുള്ളത്, അപ്പോൾ നിങ്ങളൊക്കെ എലി തിളങ്ങാൻ പോകുന്നത് അത് എനിക്കങ്ങ് ഇഷ്ടമല്ല എന്ന് പറയുന്ന തേയോങ്ങിനോട് നീ എന്തൊരു ക്രൂവലാണ്, നീ നിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ഉപയോഗിക്കുകയാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന തേയോങ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളിതൊക്കെ മറച്ചു വെച്ചതും അതും നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആയിരുന്നില്ലേ എന്ന് തിരിച്ച് ചോദിക്കുന്ന ടൈമിൽ പ്രൊഫസർ ഹാനിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. ഇവൻ പോയതിനു ശേഷം ഉടനെ തന്നെ ക്യൂജോങ്ങിനെ വിളിക്കുന്നുണ്ട്. പ്രൊഫസർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവളോട് പറയുന്നതും ഇവളാണെങ്കിൽ ലീഷനോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ലീഷനാണെങ്കിൽ എനിക്ക് തന്നെ ഈ സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ ബോയ്സിൻ്റെ കയ്യിൽ നിന്ന് ആ ബൈക്ക് വാങ്ങിയിട്ടാണ് കേട്ടോ ഇവരവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഈ ബോയ്സ് ആണെങ്കിൽ അവരാ വണ്ടി തിരിച്ചു കൊണ്ടുവരികയായിരിക്കുമല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഓഫീസിലെത്തുന്ന ലീഗുനാണെങ്കിലും അവിടെ ക്യൂജോങ്ങിനെ മാത്രമായിരിക്കും കേട്ടോ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവിടെ മൊത്തം അവളുടെ ഓർമ്മകളാണെന്ന് പറയുന്നതും ഈ ടൈമിൽ ഇവന് പ്രൊഫസർ ഹാനും തേയോങ് ഒക്കെ വിളിക്കുന്നുണ്ട്. എന്നവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഫോൺ അവിടെ വെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ക്യൂജോങ് ആണെങ്കിലും ഇവൻ്റെ ഫ്ലാറ്റിലേക്ക് ഓടി വരുന്ന ടൈമിൽ ലീഷനാണെങ്കിൽ ഗുഡ് ബൈ ക്യൂജോങ് എന്നവിടെ പറയുന്നുണ്ട്. അതായത് തനിക്ക് വിധിക്കപ്പെട്ട ആളല്ല ക്യൂജോങ് എന്ന് ഒരു വേദനയോടെ ലീഷൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ക്യൂജോങ് ആണെങ്കിൽ ഫ്ലാറ്റിലെത്തി നോക്കുമ്പോൾ അവിടെ ലീഗുനുണ്ടായിരിക്കില്ല. ഇതേ ടൈമിൽ ലീഗുൻ ഓടിപ്പോകുന്നതും കാണിക്കുന്നുണ്ട്. ഇവളാണെങ്കിലും പിന്നീട് പ്രൊഫസറെ വിളിക്കുന്ന ടൈമിൽ ലീഗുൻ എവിടെയാണെന്നൊരു ഐഡിയയിൽ ഞാൻ ആളുടെ വീട്ടിലൊന്ന് പോയി നോക്കാം, ഇനി തേയോങ് എങ്ങാനും കാര്യം പറയാൻ വേണ്ടിയിട്ട് ലീഗുനെ വിളിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് തേയോങ്ങിൻ്റെ ഗേൾ ഫ്രണ്ടിനെ, അതായത് ഇവളുടെ അസിസ്റ്റൻറ്റിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. തേയോങ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് പറയുന്ന ഗേൾ ഫ്രണ്ടിനോട് തനിക്ക്
മാത്രമേ തെയോങ് എവിടെയുണ്ടെന്ന് ഇപ്പോൾ പറയാൻ പറ്റൂ എന്ന് പറയുന്നതും ഈ ഗേളിന് മനസ്സിലാകുന്നുണ്ട് തെയോങ്ങിൻ്റെ ഗേൾ ഫ്രണ്ടാണ് താനെന്ന് ക്യുജോങ്ങിന് മനസ്സിലായി എന്ന്. അപ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിലും സബ്ജക്റ്റിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ ലാബിലേക്ക് പോയിട്ടുണ്ടെന്ന് അവിടെ പറയുന്നതും പിന്നീട് ഇവളാണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നതുമാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ഹോസ്പിറ്റലിലെ ടെന്നീസ് കോർട്ടിൽ എത്തുന്ന ലീഗുനാണെങ്കിൽ മുന്നേ ക്യുജോങ് ഇവിടെ വെച്ച് പറഞ്ഞിരുന്നു, അതായത് മറന്നു പോകുന്നത് ഒരു എക്സസൈസോ അല്ലെങ്കിൽ ലവ്വോ ആണെങ്കിൽ വീണ്ടും അത് ആരംഭിക്കാലോ എന്ന്. ആ കാര്യങ്ങളൊക്കെ ഇവൻ ആലോചിച്ചെടുക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ക്യുജോങ് ഓടി എത്തുന്നതും താൻ എന്താണോ ഫോൺ എടുക്കാഞ്ഞത്, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയൂ എന്ന് അവിടെ ചോദിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഒന്ന് സ്റ്റക്ക് ആകുന്നുണ്ടെങ്കിലും വേഗത്തിൽ വന്നിട്ട് ഇവളെ അങ്ങ് കിസ് ചെയ്യുന്ന ഒരു നല്ല കിസ്സിങ് സീനിലൂടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.